ഈ മണ്ടനായ പട്ടാളക്കാരൻ ഗ്രനേഡിന്റെ പിൻ വലിച്ചൂരി. ഉടൻ തന്നെ അത് എറിയാൻ ഇൻസ്ട്രക്ടർ അവനോട് പറഞ്ഞു. എന്നാൽ പരിഭ്രാന്തിയിൽ ഗ്രനേഡ് അവന്റെ കയ്യിൽ നിന്ന് വഴുതി കാൽച്ചുവട്ടിൽ തന്നെ വീണു. ആ നിമിഷം അവന്റെ സുഹൃത്ത് ധീരമായി മുന്നോട്ട് ആഞ്ഞടിക്കുകയും ഗ്രനേഡിന് മുകളിലേക്ക് സ്വയം എടുത്തു ചാടുകയും ചെയ്തു. ഗ്രനേഡ് പൊട്ടിത്തെറിച്ചു. പക്ഷേ ചുറ്റുമുള്ള എല്ലാവരെയും അവൻ രക്ഷിച്ചു. അക്കാദമി അവന് മെഡൽ ഓഫ് ഓണർ നൽകി ആദരിച്ചു. എന്നാൽ ഇൻസ്ട്രക്ടർ അതിനെ ഒരു വിഡ്ഢിത്തം നിറഞ്ഞ മരണം എന്നാണ് വിളിച്ചത്. ഇത് കേട്ട ആ കുട്ടിയുടെ സുഹൃത്തിന് സഹിക്കാനായില്ല. അവൻ ഇൻസ്ട്രക്ടറുടെ വയറ്റിൽ ആഞ്ഞുതള്ളി ഒന്ന് കൊടുത്തു. ഇതിൽ പ്രകോപിതനായ ഇൻസ്ട്രക്ടർ എല്ലാവരോടും വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി -30 ഡിഗ്രി തണുപ്പുള്ള ഐസ് കട്ടയ്ക്കുള്ളിൽ ചാടാൻ ഉത്തരവിട്ടു. ആ തണുത്തുറഞ്ഞ വെള്ളത്തിനടിയിലൂടെ നീന്തി മറ്റൊരു ഓട്ടയിലൂടെ പുറത്തുവരിക എന്നതായിരുന്നു അവരുടെ ദൗത്യം. ആദ്യം പോകാൻ ഇൻസ്ട്രക്ടർ ആ കുട്ടിയോട് ആവശ്യപ്പെട്ടു. അവൻ ഐസ് വെള്ളത്തിനടിയിലെ ഒരു കയറിൽ മുറുകെ പിടിച്ച് സുരക്ഷിതമായി അടുത്ത സുഷിരത്തിലൂടെ പുറത്തുവന്നു. അവൻ പുറത്തെത്തിയ ഉടനെ അവന്റെ സുഹൃത്തും വെള്ളത്തിലേക്ക് ചാടി. എന്നാൽ നിമിഷങ്ങൾക്കകം എന്തോ കുഴപ്പമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ കുട്ടി ഓടിച്ചെന്ന് തന്റെ കൈകൾ കൊണ്ട് മഞ്ഞ് മാന്തി നീക്കാൻ തുടങ്ങി. അവന്റെ സുഹൃത്തിന് വെള്ളത്തിനടിയിലെ കയറിലുള്ള PT നഷ്ടപ്പെട്ടിരുന്നു. കുട്ടി ഒരു ചുറ്റിക കൊണ്ട് ഐസ് അടിച്ചു തകർക്കാൻ ശ്രമിച്ചെങ്കിലും അത് തകർക്കാൻ കഴിയാത്ത വിധം കട്ടിയുള്ളതായിരുന്നു. നിസ്സഹായനായി തന്റെ സുഹൃത്ത് ആ തണുത്തുറഞ്ഞ വെള്ളത്തിനടിയിലേക്ക് പതുക്കെ താഴ്ന്നു പോകുന്നത് നോക്കി നിൽക്കാനേ അവന് കഴിഞ്ഞുള്ളൂ.